ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷണ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ ടീച്ചർ, ക്ലീനിംഗ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി 19-ന് രാവിലെ 11:30 വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷണ കേന്ദ്രത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കിച്ചൺ ഹെൽപ്പർ താൽക്കാലിക തസ്തികയിലേക്ക് ഡിസംബർ 19-ന് അഭിമുഖം നടത്തുന്നുണ്ട്. 8ാം ക്ലാസ്സാണ് യോഗ്യത. പ്രായപരിധി 40 മുതൽ 60 വയസ്സ് വരെയാണ്. വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം ഉച്ചയ്ക്ക് 1 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാവണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കുക്കിൻ്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സും കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്ക് തസ്തികയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രായപരിധി 40 മുതൽ 60 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ 19-ന് രാവിലെ 10-ന് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. അടുത്തത് കൊല്ലം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് സ്നേഹധാര പദ്ധതിയിലേക്ക് നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നതിന് ആശ്രമത്തെ ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡിസംബർ 19-ന് രാവിലെ 11 മണിക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യത സർക്കാർ അംഗീകൃത BSc നഴ്സിംഗ്, GNM, ആയുർവേദ നഴ്സ് സർട്ടിഫിക്കറ്റാണ്. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് സർക്കാർ ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ തസ്തികയിലേക്ക് OBC വിഭാഗത്തിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BVOC ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ NIC അല്ലെങ്കിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ 20-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്ക് പ്രതിമാസം 7,000 രൂപ വേതനത്തിൽ ജോലി ചെയ്യുന്നതിന് വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിസംബർ 20-നകം അപേക്ഷകൾ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ പന്നിന്നൂർ ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഈഴവ അല്ലെങ്കിൽ തീയ വിഭാഗത്തിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ NICയും 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ 19-ന് രാവിലെ 11 മണിക്ക് ITIയിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർമാരാകാൻ കുറഞ്ഞത് 10ാം തരം പാസ്സായവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയമാണ്. അധ്യാപകർ, വിരമിച്ച സർക്കാർ ജീവനക്കാർ, അംഗനവാടി പ്രവർത്തകർ, ഡോക്ടർമാർ, നിയമ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയേതര സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, NCC, NSS വളണ്ടിയർമാർ എന്നിവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം തലശ്ശേരി ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ നിയമ സേവന അതോറിറ്റിയിൽ ലഭിക്കും. അപേക്ഷകൾ ഡിസംബർ 20-ന് വൈകിട്ട് 5 മണിക്കകം ജില്ലാ നിയമ സേവന അതോറിറ്റിയിൽ ലഭിക്കണം. പാരാലീഗൽ വളണ്ടിയർമാരെ തുടർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ വീണ്ടും അപേക്ഷിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിലവിലെ തിരിച്ചറിയൽ കാർഡ് ഓഫീസിൽ തിരിച്ചേൽപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.